വയനാട്ടിലെ ദുരന്ത മേഖലയിൽ ഇന്ന് ജനകീയ തെരച്ചിലാണ്. ക്യാമ്പിൽ കഴിയുന്നവരും പൊതുജനങ്ങളും ജനപ്രതിനിധികളും ദൗത്യ സംഘത്തിനൊപ്പം ചേർന്ന വിവിധ സോണുകളിൽ തെരച്ചിൽ നടത്തും. ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന തെരച്ചിലാണ് ആദ്യം നിശ്ചയിച്ചിരുന്നത്. എങ്കിലും ശനിയാഴ്ച പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായി തെരച്ചിൽ 11 മണിക്ക് അവസാനിപ്പിക്കും. നിലവിൽ തിരച്ചിൽ നടത്തുന്ന NDRFനും പോലീസിനും വിവിധ സന്നദ്ധ സംഘടനകൾക്കും പുറമെ കൂടുതൽ നാട്ടുകാരും തെരച്ചിലിനു വേണ്ടി എത്തും. വിവരങ്ങളുമായി രതീഷ് ചേരുകയാണ്. രതീഷ്, ഇന്നിപ്പോൾ 11ാം നാൾ ജനകീയ തെരച്ചിൽ, അതായത് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഇനി ബാക്കിയാകുന്നവർ തിരച്ചിൽ നടത്തുകയാണ്. കൂടുതൽ വികാരനിർഭരമായ ഒരു ദിവസം കൂടിയായിരിക്കും ഇന്ന് ഒരുപക്ഷെ ഈ തിരച്ചിൽ നടത്തുമ്പോൾ. നേരത്തെ ഇത് ഒരു ദിവസത്തേക്കാണ് പറഞ്ഞിരുന്നത്, എന്നാലും ഈ 11 മണിയോടുകൂടി ഈ തിരച്ചിൽ നിർത്തുകയാണല്ലോ. തീർച്ചയായും സ്വപ്ന, ഇന്ന് 11 നാളുകൾ കഴിഞ്ഞിരിക്കുന്നു. 11ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ മഹാദുരന്തം നടന്നിട്ട് ഇന്ന് ഒരു ജനകീയമായ തെരച്ചിൽ തന്നെയാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സൈനികർ ഈ മേഖലയിൽ നിന്ന് പിൻവാങ്ങിയിരുന്നു. 500ഓളം സൈനികരാണ് ഈ രക്ഷാദൌത്യത്തിൽ പങ്കെടുത്ത 10 നാളുകൾ നീണ്ടുനിന്ന രക്ഷാദൌത്യത്തിൽ പങ്കെടുത്ത സൈനികർ ഇന്ന് പിന്മാറിയത്. ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ബെയിലി പാലത്തിന് മുകളിലാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. നമ്മുടെ ദൃശ്യങ്ങളിലേക്ക് പോകും. ഇന്നാണ് ഈ മേഖലയിൽ ചൂരൽമല, അതോടൊപ്പം തന്നെ മുണ്ടക്കൈ, പുഞ്ചിരിമറ്റം ഉൾപ്പെടെയുള്ള 6 മേഖലകളിൽ ഒരു ജനകീയ തെരച്ചിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ ഒരു ദിവസം നീണ്ട തെരച്ചിലായിരുന്നു നടത്താൻ തീരുമാനിച്ചിരുന്നതെങ്കിലും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഇന്ന് 11 മണിവരെയായിരിക്കും ഈ മഹാ ക്യാമ്പയിൻ ഇന്നിവിടെ നടക്കുക. തെരച്ചിൽ ആളുകൾ, സന്നദ്ധ പ്രവർത്തകർ, NDRF, ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് ഈ മേഖലയിൽ 6 സോണുകളിലായി തിരിച്ചുകൊണ്ട് തെരച്ചിൽ നടത്തും. ഈ മേഖല എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കാണാം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇവിടെ ഈ ചൂരൽമല ഭാഗത്ത് ബെയിലിപ്പാലത്തിന് താഴെ വ്യാപകമായ രീതിയിൽ തന്നെ തെരച്ചിൽ നടത്തിയിരുന്നു. അതിനുശേഷം തന്നെയാണ് ഈ ദൗത്യ സംഘം, അതായത് സൈനികർ പിൻവാങ്ങിയത്. ഇന്ന് ഈ തെരച്ചിൽ ദൗത്യത്തിന്റെ അവസാന നടപടി ഭാഗമായിട്ടാണ് ഇന്നൊരു ജനകീയ ക്യാമ്പയിനൂടെ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ മേഖലയിൽ, അതായത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, ഈ പ്രദേശത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, തെരച്ചിലിൽ ഇനി അവശേഷിക്കുന്നതൊന്നും കണ്ടെത്താൻ സാധിക്കില്ല എന്ന തരത്തിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെയാണ് ഇത്തരത്തിലൊരു ജനകീയമായ തെരച്ചിൽ നടത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ക്യാമ്പിൽ കഴിയുന്നവരും ഉൾപ്പെടെയുള്ളവർ 191 ആളുകൾ, ക്യാമ്പിൽ കഴിയുന്നവർ ഉൾപ്പെടെയുള്ളവർ ഈ തെരച്ചിൽ ദൗത്യത്തിൽ പങ്കാളികളാകും എന്ന് അറിയിച്ചിട്ടുണ്ട്. അവരടക്കം എത്തി ഈ മേഖലയിൽ തകർന്നുപോയി കിടക്കുന്ന ഭാഗങ്ങൾ അവർ സ്പോട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന ഭാഗങ്ങളിൽ ഉൾപ്പെടെ അവസാനഘട്ട തെരച്ചിൽ എന്ന രീതിയിൽ തന്നെയാകും ഇന്നത്തെ ഒരു മഹാ തെരച്ചിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ കേവലം 3 മണിക്കൂറുകൾ മാത്രമേ ഈ തെരച്ചിലുണ്ടാകുകയുള്ളൂ. ഇത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമാണ്. എന്തായാലും നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ദുരന്തം നടന്ന ആ മേഖലയിൽ കൂടുതൽ ആളുകൾ ജീവൻ നഷ്ടപ്പെട്ടു. ഇനിയും 131 ആളുകളെ കണ്ടെത്താനുണ്ട്. അവർക്ക് വേണ്ടി തന്നെയാണ് 10 നാളുകൾ ഈ മേഖലയിൽ വ്യാപകമായി തന്നെ തിരച്ചിൽ നടത്തിയത്. അവശേഷിക്കുന്ന ഇടങ്ങളിലെല്ലാം തന്നെ പാറകളും മരങ്ങളും എല്ലാം മാറ്റിക്കൊണ്ട് ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം ലഭിക്കുമോ എന്ന രീതിയിൽ വയനാട്ടിൽ എത്തുന്നുവെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ആരൊക്കെയാകും സംഘത്തിൽ ഉണ്ടാവുക? സംഘം ഈ പ്രദേശമെല്ലാം സന്ദർശിക്കുമല്ലോ. തീർച്ചയായും 10 മണിയോടുകൂടി തന്നെയാണ് ഹെലികോപ്റ്റർ മാർഗം ഈ കേന്ദ്ര മിനിസ്റ്റീരിയൽ സംഘം കൽപ്പറ്റയിൽ വയനാട്ടിലെത്തുക. അവർ കൽപ്പറ്റയിലാണ് ഹെലികോപ്റ്റർ മാർഗം എത്തി. അതിനുശേഷം ഈ പ്രദേശത്തേക്ക് എത്തും. വിദഗ്ധരടങ്ങിയ സംഘം തന്നെയാണ് ഈ മേഖലയിലെത്തുക. അവരുടെ റിപ്പോർട്ടും ഇതിന് പരിഗണിക്കും, തുടർ പ്രവർത്തനങ്ങൾക്ക്. അതിനുശേഷം തന്നെയാണ് നാളെ ഏവരും പ്രതീക്ഷിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഒരു സന്ദർശനം. കാരണം കേരളം ആകാംക്ഷാപൂർവ്വം തന്നെയാണ് ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനെ നോക്കിക്കാണുന്നത്. കാരണം നേരത്തെ മുഖ്യമന്ത്രി അടക്കം സൂചിപ്പിച്ചത് പ്രധാനമന്ത്രി എത്തിക്കഴിഞ്ഞാൽ, സന്ദർശനം നടത്തിക്കഴിഞ്ഞാൽ അതായത് ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്ന നടപടികളിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് നേരത്തെ CM അടക്കമുള്ളവർ പ്രത്യാശ പ്രകടിപ്പിച്ചത്. കാരണം L3 കാറ്റഗറൈസിംഗിലെങ്കിലും ഈ ദുരന്തത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഫണ്ടുകൾ ഈ മേഖലയിലേക്ക് ലഭിക്കാൻ കാരണം അത് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക്, സർക്കാരിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സഹായകമാകും. അത്തരം ഒരു ഘട്ടത്തിലാണ് ഇന്ന് കേന്ദ്ര മിനിസ്റ്റീരിയൽ സംഘം ഇവിടെ എത്തുന്നു. അതിനുശേഷം നാളെ പ്രധാനമന്ത്രി എത്തുന്നു. അപ്പോൾ കൂടുതൽ
കൂടുതൽ പ്രത്യാശ ഈ മേഖലയിലേക്ക്, കൂടുതൽ സഹായങ്ങൾ ഈ മേഖലയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ്, വെല്ലുവിളിയാണ് ഇനി ഇവിടെയുള്ളത് നടപ്പാക്കാനുള്ളത്. കാരണം ദുരന്തത്തിന്റെ തെരച്ചിലിന്റെ ആ ദൗത്യം ഏതാണ്ട് പൂർത്തിയാകുകയാണ്. ഇനി അടുത്ത നടപടി എന്ന് പറയുന്നത് ഇവരുടെ പുനരധിവാസമാണ്. 600ഓളം കുടുംബങ്ങൾക്ക് പുനരധിവാസം ഒരുക്കണം, അവരെ സുരക്ഷിതമായി ഇവിടെ സ്കൂളുകളടക്കം സജ്ജീകരിക്കണം. അപ്പോൾ ഭാരിച്ച രീതിയിൽ ഒരു വലിയ ദൗത്യം ഇനി സർക്കാരിന്റെ മുന്നിലുണ്ട്. അപ്പോൾ കൂടുതൽ കേന്ദ്ര സഹായം ലഭ്യമാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കേന്ദ്ര മിനിസ്ട്രിയൽ സംഘത്തിന്റെ സന്ദർശനവും അതോടൊപ്പം തന്നെ നാളെ പ്രധാനമന്ത്രിയുടെ സന്ദർശനവും വളരെ പ്രത്യാശയോടുകൂടി തന്നെ സംസ്ഥാനം ഉറ്റുനോക്കുകയാണ്. നേരത്തെ ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്ന മന്ത്രിതല ഉപസമിതിയും അപ്രകാരം തന്നെയാണ് പറഞ്ഞത്. കാരണം പ്രധാനമന്ത്രി എത്തിക്കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം കൂടുതൽ ഏതൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്. കാരണം ഈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ കാറ്റഗറൈസ് ചെയ്യപ്പെടുമ്പോൾ L3 എന്ന ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയാൽ 75% ഈ പുനരധിവാസത്തിന് ഫണ്ട് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് ഈ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം കൈവരിക്കാൻ സാധിക്കും. കാരണം ഭാരിച്ച ഒരു ഉത്തരവാദിത്തമുണ്ട് ഇവരുടെ പുനരധിവാസം. അതാണ് ഇനി ഏറ്റവും വലിയ വെല്ലുവിളി. കാരണം ക്യാമ്പുകളിൽ കഴിയുന്നവരെ അവരെ കൃത്യമായ രീതിയിൽ പുനരധിവസിപ്പിക്കേണ്ട നടപടിയിലേക്ക് പോകണം. വാടക വീടുകളിലടക്കം സജ്ജീകരിച്ചുകൊണ്ട് അവർക്ക് ടൗൺഷിപ്പ് ഒരുക്കുന്ന ഒരു ഘട്ടം പൂർത്തിയാകുന്നതുവരെ അവരെ വാടക വീടുകളിൽ അടക്കം മാറ്റേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ 91 കുടുംബങ്ങൾക്ക് മാറ്റി താമസിപ്പിക്കാനുള്ള 64 റൂമുകൾ നിലവിൽ പൊതുമരാമത്ത് വകുപ്പിന്റേതായി കണ്ടെത്തിയിട്ടുണ്ട്. അവ ഏതാണ്ട് സജ്ജീകരണം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 20-ാം തീയതിയോടുകൂടി തന്നെ ഇവരെ ക്യാമ്പുകളിൽ നിന്നും ഇവരെ ഇത്തരത്തിൽ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കാൻ സാധിക്കും എന്നാണ് മന്ത്രിസഭ ഉപസമിതി പറയുന്നത്. അപ്പോൾ അപ്രകാരമുള്ള ഒരു നടപടികൾ തന്നെയാണ് പോകുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവിടെ ജനകീയമായ ക്യാമ്പയിൻ ആരംഭിക്കുന്ന ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. ഈ മേഖലയൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായി തന്നെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തകർ തെരച്ചിൽ നടത്തിയ ഒരു മേഖലയാണ്. ആ മേഖലയിലേക്കാണ് ഇന്ന് കൂടുതൽ ആളുകൾ തെരച്ചിലിനായി എത്തുന്നത്. ഒരു മാസ് ക്യാമ്പയിന്റെ ഭാഗമായി തന്നെ ഒരു ജനകീയ തെരച്ചിൽ ഇന്ന് നടക്കുന്നത്. സ്വപ്ന.